ഓണം വ്ലോഗ്. Drop it. നമ്മളിതാ ഓണപ്പരിപാടിയാണ്, അമ്പലത്തിലേക്ക് ഇറങ്ങാൻ പോവാണ്. വേമാറ്റു പോനെ. റൂമിന്റെ അവസ്ഥ ഒന്ന് നോക്കണ്ട ഗായ്സ്, റൂമെല്ലാം ഭയങ്കര മെസ്സിയാണ്. എന്താണ് പെട്ടിയിൽ എന്തുണ്ടോ? ഓണം ഇതുണ്ടോ? ഓണക്കോടി ഉണ്ടോ? കിട്ടി, കുർത്ത കിട്ടി. അഭിഷേക് കുർത്തയാ? റൊട്ടീൻ പൂക്കി അഭിഷേക് ഗായ്സ്. ഒരു സങ്കട വാർത്തയുണ്ട്. അമല് നമ്മളെ ലണ്ടൻ വിട്ട് പോവുകയാണ്. അമല് സ്കോട്ട്ലാൻഡിലേക്ക് പോവുകയാണ് ഗായ്സ്. ഇംഗ്ലണ്ടേ വിട്ട് പോവാണ്. മോനെ നീ പോയി കഴിഞ്ഞാൽ നമ്മളങ്ങോട്ട് വരും കേട്ടോ. നമുക്ക് ഹോളിഡേക്ക് നമ്മൾ സ്കോട്ട്ലാൻഡിലേക്കാ ഗായ്സ്. സീൻ എന്താ പറയുക, ഇതിപ്പോ മുണ്ടെടുത്തപ്പോ പുറത്തേക്ക് അറിയാനില്ലേ, പുറത്തുനിന്ന് എല്ലാരും നോക്കലേക്ക് ഇഷ്ടാ. നമ്മള് ധാരാളം മുണ്ടെടുത്ത് ഇറങ്ങി തരാം. സീന് ക്യാമറ മുണ്ടെടുക്കണ്ടല്ലോ അമലെ. എന്താ ചെയ്യാ, ക്യാമറ എടുക്ക മുണ്ടെടുപ്പിക്കുക. ഇടുമോനെ കുർത്തങ്ങ ഇട്. സെറ്റാട്ടോ അയച്ചേക്കെ. ഇസ്തരി ഇട് പോയിട്ട് സെറ്റ് അയച്ചേക്കെ. ഇസ്തരി ഇട്. ഇത് മോനെ അമലെ ഇത് ഇട്ടറിയാലേ ഇംഗ്ലീഷ് ആര് ഒരാളെ നോക്കുള്ളൂ. ഇസ്തരിട്ടാതി അല്ലേ ഗായ്സ്. ഇവരല്ല അഭിഷേക് അല്ല എന്നത്തെ താരം. ഇപ്പൊ പേര് ഒരുത്ത കുളിക്കാൻ പോയി. ഓന് നോക്കി 2 ദിവസം മുമ്പ് ഞാൻ ഇസ്തരി ഇട്ട് വണ്ടി പോലെ ആക്കി വെച്ചിക്ക്. ഏത് അമലൊന്നും ഓണം ഇന്നാലും ഓർമ്മ തന്നെ ഇല്ല. ഗായ്സ് അമല് വിചാരിച്ചു നാളെ ഓണമെന്ന്. ഇത് മറ്റേ നമ്മളെ യേശുദാസ്. നീ ഇതിട്ടാ കൊടുത്ത രസമുണ്ട്. എപ്പോഴും ഷേർട്ടല്ലേ എടുത്തത്. ഇത് മാറ്റിപ്പിടി. എടാ ഇത് ഇങ്ങനെ തന്നെയാണ്. ഇത് രസമുണ്ട്, നല്ല രസമുണ്ട്. അതെ അത് നോക്കട്ടെ ഗൈസ്. ഇപ്പൊ മമ്മൂട്ടി ഫാനാണ്. എടാ വൈറ്റിനെ കാട്ടല്ലേ കേട്ടോ. അപ്പൊ വൈറ്റ് ഇട്ടത് ഈ പക്ക യേശുദാസ് ആയി പോവേ അഭിഷേക. അത് വേണ്ട, അതിട് ഗൈസ്. ആരെങ്കിലും മോഡലിങ്ങിനെ നോക്കുന്നുണ്ട്, അവിടെ ഒരു ചെക്കൻ ഉണ്ട്. എന്തിട്ടാലും അടിപൊളി. അതല്ലേ കല്യാണ പയ്യനായല്ലേ ഇത്. ആയി എടാ വയസ്സെത്ര ആയി മൊണ്ണെ? ഇപ്പോഴും നീ 22 വയസ്സ് റിവീലല്ല. പൊട്ടിക്കൊണ്ടോ കറുപ്പുണ്ടോ? കറുപ്പിട്ടോക്കി. അബിന്റെ ഷർട്ട് അത് കണ്ടോ? അബി ഇട്ടോട്ടെ. അബി 2 തൊടാ നിക്കട്ടെ. അബി 2 ദിവസം മുമ്പ് ഇസ്തരിട്ട് വണ്ടിയൊക്കെ കണ്ടില്ലേ? മുണ്ടിന്റെ വടി നോക്കി വരച്ച് വെച്ചോര്. ജുബ്ബ കാണുമ്പോ ആരും ഓർമ്മയില്ല. നമ്മള് സെയ്ത് ജുബ്ബട്ട സീന വച്ചു. നിങ്ങൾ പറയും ഇതിൽ ഏതാണ് അഭിഷേകിന് കൂടുതൽ ചേർച്ച കമന്റ് ചെയ്യും. ഇതിപ്പോ 2ാമത്താണ് വൈറ്റ്. ഫസ്റ്റ് ഓന് വേറൊരു സാധനം ഇട്ട് പ്രിന്റ് ഉള്ള. ഇനിയിപ്പം 3rd വൺ ബ്ലാക്ക് ഇടാൻ പോവാണ്. മാച്ച് എന്ന് പറയും. ഞാൻ പറയുന്നത് അറിയോ, അഭി ഷർട്ട് ഇടണ്ട. നിങ്ങൾ 3 ആളും 3 കളർ കുർത്തട് കേട്ടോ. അഭിയെ ചുരുങ്ങിക്കോ. ഇനി എന്താ കളിക്കുന്നത് അഭിയാന്ന്? അത് അഭിഷേകിന്റെ 3rd ഔട്ട്ഫിറ്റ്. ഇതാണ് സെറ്റ്. എടാ നീ ഏതെങ്കിലും ഒന്ന് ഉറച്ചിക്കടാ ഗൈസ്. ഇവരാണ് ഓനെ വഷളാക്കുന്നത്. ഞാൻ പറഞ്ഞ നീ ഇതിടുക, അഭിഷേക് ബ്ലാക്ക് ഇടുക, അമല എന്താ പറയാ ഇതിടുക വൈറ്റ് ഇടുക, അഭി മറ്റേ ഈ പ്രിന്റ് ഇട്. നോക്കട്ടെ ആ പ്രിന്റ് ഒന്നും കൂടി ഇവനൊന്ന് ഇട്ടോക്കട്ടെ. എടാ നീ എന്താടോ ഓണായിട്ട് ഷേർട്ട് കിട്ടി മോനെ? ഞാൻ ഒന്ന് ഇടി നോക്കട്ടെ, ജസ്റ്റ് നോക്കട്ടെ. നീ ഇടണ്ട, എങ്ങനെ ഉണ്ട് നോക്കട്ടെ. ഒന്ന് ഇടി പോലെ ഇതൊന്ന് കാണട്ടെ. അല്ലല്ല അഭി ഇത് ഇടുന്ന കാട്ടാടക്ക്. ഗൈസ് നിങ്ങൾ പറയൂ അബിന്റെ ഇതെങ്ങനെ? കമന്റ് അടിയിൽ കമന്റ് ചെയ്യും നോക്കട്ടെ. അഭിഷേകിന് നമ്മളിപ്പോ ഒരുക്കി കുട്ടപ്പനാക്കി. ഇനിയിപ്പോ നമ്മൾ അഭിനെ സെറ്റാക്കിട്ട് വേണം അമലിനെ സെറ്റാക്കാൻ. ഇതെന്ത് വർത്താനത്? എന്റെ മച്ചു
ചാരുചന്ദ്രിക. ഇവിടെ വ്ളോഗ് ഉണ്ട്. എങ്ങനെയുണ്ട് ചെക്കന്മാർ ഔട്ട്ഫിറ്റ്? ഹാപ്പിയാണോ? പൊളിക്കില്ലല്ലേ? ഇവൻ ഇതിലൊട്ട ഷർട്ട് ഇട്ട് വരിക. എടുക്കണേ ഇവൻ കണ്ണൂരാണ്, അതുകൊണ്ടാട്ടോ ഏണേന്ന് വിളിക്കുന്നേ. ആണേ എടുക്കണേ. ഓണം വന്നല്ല ഉജാലിട്ടല്ലോ, ഓടിയെടുത്തല്ലോ ഉഡി ചാരി പറഞ്ഞല്ലോ. ഗായ്സ് എന്താ ചെയ്യാ ഗായ്സ്, നാട്ടിലെ ഓണം മിസ് ചെയ്യുന്നു. എന്തല്ലേ നമ്മൾ ഇവിടുന്ന് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഹാപ്പി ആക്കാണ്. ആ ഷർട്ട് അവിടെ വെച്ചിട്ട് ഇജിസ്തരിട് രണ്ടാളും ഒരുമിച്ച് ഇതാ ഒരമ്മ പറ്റ ആൺകുട്ടികളെ 2 മക്കളെ പോലെ. ആ ഗൈസ് പോലെ രണ്ടാളെ പേര് അഭിഷേകുന്ന രണ്ടും ഒരേപോലെ തന്നെ ഉണ്ട്. വൃത്തിക്ക് ഗായ്സ് തലവേദന വന്ന് ഗായ്സ്. ഞാൻ ഇവരോട് ചോദിച്ചു അമ്പലത്തിൽ പോകുമ്പോ മുണ്ടാണ് കൊടുക്കണം. ഇപ്പൊ പിന്നെ അമ്പലത്തിൽ പോകുമ്പോ മുണ്ടെടുത്ത് എല്ലാവരും നോക്കാന്ന് പറഞ്ഞിട്ട് ഔട്ട്ഫിറ്റ് നോക്കി ഗായ്സ്, നോക്ക് ഇട്ടോ ഔട്ട്ഫിറ്റ് നോക്കി. അങ്ങനെ ആ തമാശ പറഞ്ഞ പോലെ. അല്ല ഇവള് പാന്റ് കുത്തല്ല, അപ്പൊ ഞാനൊന്നൊരു പാന്റ് ഷർട്ട് ഇട്ടാലോ? ഞാനും എടുക്കണോ? അല്ലാതാകുമ്പോ ഇവക്കൊരു കമ്പനി ആവല്ലോ. ഞാൻ പെണ്ണാണ്, ഇതെന്താ ചുരിദാറല്ല മോളിത് വേറെ സാധനാണ്. അല്ല ഇത് മറ്റേ വ്ളോഗ് അല്ലേ, യൂട്യൂബ് അല്ലേ? എല്ലാരും ഡ്രസ് മാറ്റിയാണ്. എന്നാ റോട്ടുമ്പിലേക്ക് ഇറങ്ങിന്നാ കാനിനങ്ങൾ ലണ്ടൻ ആരല്ലേ? ആ നല്ല വെയില്. ഏച്ചല്ല ആന്റിയാണത്. എന്താ അവസ്ഥ? നമ്മളിത് കത്തിക്കും. രസണ്ടാ? ബ്ലാക്ക് വൈറ്റ് എടുക്കട്ടെ. തിരിഞ്ഞിക്ക് എല്ലാരും നല്ല ഡ്രസ് ഔട്ട്ഫിറ്റ് കാണുക എല്ലാരും നോക്കി കാണികൾ. വാലൊക്കെ സെറ്റ് ആകുമോ? അപ്പൊ നമ്മളെ അവസ്ഥ അങ്ങനെ ഔട്ട്ഫിറ്റ് സെറ്റായി. 10:30 ഇറങ്ങുമെന്ന് പറഞ്ഞിട്ട് സമയം ഇപ്പൊ എത്ര മണിയായി? 11:30. 1 മണിക്കൂർ ലേറ്റ്. ഞാൻ ജോലി കഴിഞ്ഞിട്ട് വന്നതാ. ഇവർക്കൊന്നും ഉത്തരവാദിത്തമില്ല. അതൊന്നും പറ്റില്ല, നമുക്ക് നമ്മളായ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. മിണ്ടല്ല. നീ മിണ്ടണ്ട പോ ഗൈസ്. അപ്പൊ നമ്മള് ഇവിടുന്ന് ഇറങ്ങാൻ പോവാണ്. പ്രണയ് ഗൈസ്, പ്രണയിൽ ഷിഫ്റ്റ് ഉണ്ടാവുകൊണ്ട് പ്രണയിൽ വരാൻ പറ്റൂല. സോ നമ്മള് പോയിട്ട് തരാം. ഓക്കെ ഉഷാറാക്കി. ഹാപ്പി ആണോ? വാടാ ഗൈസ്. എവിടെ ഗൈസ്? ഇതാണ് നമ്മളെ വീട്. UK നമ്മുടെ വീട് ഇതാണ്. അപ്പൊ നമ്മള് ഇവിടുന്ന് എന്താ നമ്മൾ ഇന്നത്തെ ഓണത്തിന്റെ പ്ലാൻസ് എന്താണ്? എടാ ഓണത്തിന്റെ പ്ലാൻസ് എന്താണ്? ഇപ്പൊ നമ്മള് ഫസ്റ്റ് നേരെ അമ്പലത്തിൽ പോകുന്നു. അത് കഴിഞ്ഞിട്ട് സദ്യ ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താ വെച്ചാൽ പ്ലാനിങ് ഒന്നും ഇല്ല. ഫസ്റ്റ് ഇപ്പൊ 2 സ്റ്റെപ്പ് ഉള്ളത്, ടെമ്പിളും പിന്നെ സദ്യ. ഓക്കെ, ഫുഡ് ഓർഡർ ചെയ്ത ആള് ഈ വ്യക്തിയാണ്. ഹുലു ഇവിടാണ് ഫുഡ് ഓർഡർ ചെയ്തത്. അപ്പൊ ഫുഡ് എന്ത് കൊളായി കിട്ടിയിട്ട് പിന്നെ നമ്മള് പറയും. ഇല്ലാന്ന് വിചാരിക്കാ, പേടിക്കണ്ട. ഇല്ലെന്നല്ലേ? കാണുന്നുണ്ടോ വിഷ്ണുരാ?
ഗിബിൾ എടുത്തിട്ട് എവിടെ വെക്കാനതല്ലോ. എടാ മച്ചു ട്യൂബിലല്ലേ പോന്നേ? ട്യൂബിനല്ലേ? ഞാൻ ഇതെടുത്ത് കാർഡ് എടുത്തിട്ട് ഇത് വർക്കല്ലേ? ഹാപ്പി ഓണോ? ആ കാർഡ് എടുക്കാൻ മറന്നു. കാർഡ് എടുക്കട്ടെ ഗൈസ്. പറയാറ്റില്ല. അമലെ പോയി ആടെ ഉള്ള വൃത്തിയുള്ളത് ഇതായി സെറ്റ്. മറ്റേ തീരെ രസമില്ല. അവിടെ നിങ്ങൾ റോട്ടും കൂടി എടുക്കല്ലേ? നിങ്ങളെന്താ കളിക്കുന്നേ? എന്താ ഗൈസ് സത്യം പറയട്ടെ. ഹാപ്പിയാണോ? ഹാപ്പിയാണോ? ഗൈസ് എന്താ അറിയില്ല, നമുക്ക് നല്ല കുറവുണ്ട്. ഞാൻ ശരിക്കും പാറ്റ് ഇട്ടറ ഗൈസ്, പക്ഷെ ഇവന്മാർ സമ്മതിച്ചില്ല. പിന്നെന്താ പറയുന്നത് ഗൈസ്, ഓണായിട്ട് ജീൻസ് ഇട്ടിറങ്ങിയിട്ട് കാര്യമില്ലല്ലോ. എന്തായാലും നോക്കാം നമുക്ക്. ഇപ്പൊ ഇല്ലേ ഒരു നാട്ടിൽ നിന്ന് നടക്കുന്ന ഒരു ഫീല് അല്ലേ? ഉണ്ട് പെരുന്നാക്കല്ലേ പള്ളിയിലൊക്കെ ഈ ഒരു പോകുന്നൊരു ഫീല്. അപ്പൊ ഇതാണ് നമ്മളെ ഏരിയ. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? റിയാക്ഷൻ കാണാം. നൈബേഴ്സ് എല്ലാരും ഉറങ്ങാൻ പോകുന്നു ഗൈസ്. അഭിരോഗ് ഗൈസ്, നീ ഈ ഫ്രെയിമിൽ നിന്ന് മാറി. നീ ആ ഫ്രെയിം കൊളാക്കുന്നു. ഇവിടെ മാറി. നിന്നോട് ഞാൻ പറയില്ലേ? എന്നോട് അന്നേരേ പറഞ്ഞ അവിടെ വിളിക്കട്ടാന്ന്. അങ്ങനെ പറയല്ലോ, പാവണ്ടാവടാ. അപ്പൊ എന്താണ് UK ഫസ്റ്റ് ഓണല്ലേ? എന്താണ് എന്റെ ഒരു അഭിപ്രായം? നമുക്ക് ഫസ്റ്റ് ഓണാട്ടോ. നമ്മള് കാരണം വെച്ചാല് നാട്ടിൽ നിന്ന് ഓണം കഴിഞ്ഞിട്ടാണ് വന്നത്. കറക്റ്റ് ഈ 26 ഇല്ലേ? ഞാൻ നാട്ടിൽ വന്നിട്ട് 1 കൊല്ലാവും. ഞാനും അമ്മല അല്ല അമ്മലെ 26 നമ്മളിവിടെ ലാൻഡ് ചെയ്ത്. മിസ് ചെയ്യുന്നല്ലേ? അതെ അതെ, അതത്രേ ഉള്ളു വച്ചു ഗൈസ്. ഓരോ ആൾക്കാരൊന്നുമില്ല. നമ്മൾ ഈ 5-6 ആൾക്കാർ ചെറിയൊരു സെറ്റപ്പില് ചെറിയൊരു സെറ്റപ്പിൽ ഒരു ഓണപ്പരിപാടി സെറ്റ് ചെയ്ത് കയറി. ഇത് കഴിഞ്ഞിട്ട് പോയി സദ്യ കളക്ട് ചെയ്യണം. സദ്യ മീൻസ് കുക്ക് ചെയ്യാനുള്ള ടൈമും നമുക്ക് ഇല്ല. ഷിഫ്റ്റും വർക്കും മറ്റേ ക്ലാസ്സും അസൈൻമെന്റും എല്ലാം കൂടി ഒന്നായിട്ടാണ് ഉള്ളത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ സദ്യ ഓർഡർ ചെയ്താണ് ഗൈസ്. അതാരാ ഗൈസ്? നോക്ക് പുഞ്ചിരി. എങ്ങനെയുണ്ട് ഔട്ട്ഫിറ്റ്? നൈസാണോ? ഇവിടെ പോരല്ലേ? ഇവിടെ നമ്മള് കൂട്ടത്ത് ഒഴിവാക്കാളാ. ഇവിടെ ഒഴിവാക്കുക. ഓക്കെ വന്നിട്ടാണോ? ബൈ ബൈ ബൈ. സോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇവിടെ നിന്നാണ് ട്യൂബ് കയറുന്നത്. ചാചാണോ? ഗാഡിയിൽ ബാലൻസ് എത്ര ഉണ്ടോ അവിടെ? 4 ഉണ്ട്. മതി. എന്താണ് വണ്ടില്ലേ? സോറി. ഇവിടെ എന്താ ചിരിക്കുന്നത്? ഇവിടെ കുറെ അല്ലേ ചിരിക്കുന്നത്. സത്യം പറയട്ടെ ഗായ്സ്, നല്ല കുറവ് ഡിക്കി. ആൾക്കാരല്ലേ ഇങ്ങനെ നോക്കുന്നതാ. അവിടെ പോയി നിൽക്കട്ടെ. പക്ഷെ നമുക്ക് അവിടെ പോയി നിൽക്കാൻ കുറവാത്. ട്രെയിൻ വരാൻ വേണ്ടി കാത്തിക്കാം. അതൊക്കെ എടുക്കാം. റീൽസ് എടുക്കാൻ വേണ്ടി അഭിഷേകം ഏൽപ്പിച്ചാണ്. കാരണം വ്ളോഗും എല്ലാം കൂടി എനിക്ക് നടക്കൂല. ഇല്ല അങ്ങനെയല്ലടാ. നമ്മൾ തന്നെ ജസ്റ്റ് എങ്ങനെ ട്രെയിൻ വരുന്നത് അങ്ങനെ വൈഡിലിട്ട് കുറച്ച് ചെറിയൊരു ഷോർട്ടായിട്ട് എടുത്തിട്ടാ മതി. ഇറങ്ങാനും കയറാനുള്ള കഷ്ടപ്പാടേ. കറക്റ്റ് നമ്മളെ യേശുദാസല്ലേ? കറക്റ്റില്ല. നീ കൊണ്ടുപോയി ഔട്ട്ഫിറ്റ് കേട്ടോ. ഔട്ട്ഫിറ്റ് ഒക്കെ കൊണ്ടുപോയി. സോ ഗൈസ്, അപ്പൊ നമ്മള് കിങ് ക്രോസ് എത്തി. ഇവിടുന്ന് ലൈൻ മാറണം. ഫുഡ് പൂരി വെക്കൂ. ഒരു കൈ ഫോണു, ഒരു കൈ ഒരു ഫുഡും. എന്താ എങ്ങനെ എടുത്തേ ഗൈസ്? ഒരാളുടെ മുണ്ട് ഊരിപ്പോയി ഗൈസ്. നിങ്ങളിത് കാണുന്നുണ്ടോ? അമ്മലെ നമ്മളെന്തിനാ കുറവാന്നേ അല്ലേ? ആർക്ക് കുറവ്? അവരാർക്ക് കുറവ്? നേരത്തെ എന്നോട് പറഞ്ഞ എനിക്ക് കുറവാത്തരാ പറഞ്ഞ. നീ അത് ഉറച്ചിക്കടാ. ഏതാണ് ഗൈസ് നമ്മൾ അമ്പലം വരുന്നത്? ഈസ്റ്റാമാളി അല്ല, അമ്പലല്ല, ടെമ്പിൾ. രണ്ടൊന്നല്ലടാ. എന്താടാ നിങ്ങളപ്പത്തേ വലിയ ഇംഗ്ലീഷ് അറിയിപ്പോ? അല്ല ഒരു
അയാൾ കഥ എഴുതുകയാണ്. അവിടെ ഫുള്ള് ആൾക്കാരാണോ? അല്ല അബിക്ക് കുറവാത്. അടക്കി അമല് വരട്ടടോ, അമല് വരട്ടെ. അവനവിടെ ഫുള്ള് ആൾക്കാരാണല്ലോ. പോണോ? അവലെ പോണ്ട ഇവിടെ നിൽക്കാം. നീ ഒന്ന് പോന്റെ കാവലോ കൂട്ടിക്ക്. സോ ഗൈസ് നമ്മളെ അടുത്ത ട്യൂബിന് വേണ്ടി കാത്തിക്കല്ലോ നമ്മള് അല്ലേ? എത്ര മിനിറ്റ് 3 മിനിറ്റോ? എന്താ ചെയ്യാ ഗൈസ്, എല്ലാരും നമ്മളിങ്ങനെ വിയേർഡായിട്ട് നോക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇന്ന് ഭയങ്കര ഒരു കുറവ്. നാളെ അത് നിന്നോട് ചോദിക്കേണ്ടി വരിക. നിനക്കുണ്ടോ? നിനക്കില്ലാത്തൊരു സാധനം അത്. കാരണം എന്താ, നമ്മുടെ കൂട്ടത്തിൽ കുറച്ചുകൂടി ഒരു ധൈര്യം മീൻസ് നാളെ തീരെ ഇല്ലാത്ത ഒരു വ്യക്തിയാണ് അമല് വരെ ഏത് ഇസ്റ്റാമെത്തി. ഇതാണ് നമ്മുടെ സ്റ്റേഷൻ. ഓക്കെ, എന്താ സ്റ്റേഷൻ ഇതാണ്. സ്റ്റേഷൻ ഇത് തന്നെ. എന്താ കളിക്കുന്നവാ? എന്താണ് അമ്പലം മുമ്പ് തന്നെ. എന്താ മോനെ വ്ലോഗ് ഇല്ലാണ്ട് കളിയില്ല. കാരണം നിന്റെ അമ്മയെല്ലാം പറയും നമുക്ക് ഇവിടുത്തെ എന്താ നടക്കുന്നതിനെ കാണുന്നത്. അതെ 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 അതെ. എന്താണത് കണ്ടില്ലേ? അമ്പലതാ ഏകദേശം എത്താനായി. അപ്പൊ ഇവിടെ എത്താനായപ്പോ നമ്മളതാ കുറച്ച് സാരി പിടിച്ചിട്ട് ആൾക്കാരുണ്ട്. ഇതാണ് നമ്മളെ ലണ്ടന്റെ ഈസ്റ്റാം ടെമ്പിൾ. കൊറേ ആൾക്കാരുണ്ട് ഗൈസ് ഇവിടെ വന്നപ്പോ അല്ലേ? കൊറേ മലയാളീസ് ഉണ്ട്. തമിഴ്നാട്ടിലെത്തി. ലണ്ടനിലെ തമിഴ്നാട്. അഭിഷേക് എന്തെല്ലോ പറയുന്നത് ഗൈസ്. പ്രശ്നം ഉണ്ടാക്കരുതല്ല അവലെ. ബുദ്ധിമുട്ടാണ്. നമ്മൾ വരുന്നു പ്രാർത്ഥിക്കുന്നു പോകുന്നു. യെസ് യെസ്. ആ ഉണ്ട്. വീട് കാറ്റോ? എന്നാ പറ്റൂല. അത് പഴന്നെടുത്ത് കീശല്ലേ? ഞാൻ വിചാരിച്ചു ഗൈസ് നമ്മുടെ പ്രാർത്ഥന കഴിഞ്ഞിട്ട് വേണം. കുടി തൊടുന്നതിൽ ഇപ്പോൾ സ്പെഷ്യലിസ്റ്റ് ആണ് ഗൈസ്. സെറ്റ് അമ്പലദർശനം കഴിഞ്ഞ് നെക്സ്റ്റ് ഫുഡ് കഴിക്കല്ലേ? സദ്യ വാങ്ങുന്നതിന് മുമ്പിൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ല. നൈസായിട്ട് എന്തെങ്കിലും ഒന്ന് കഴിക്കാം. വാ ഗൈസ്, എങ്ങനെയുണ്ട്? ഉലു കൂടി ഇട്ടിട്ട് എന്താ? എവിടാണ് ഇവിടെ? സീക്രട്ട് എല്ലാം പറയല്ലേ? പീസ് അല്ലേ? ഞാൻ ചിങ്ങ വന്നാല് ഫുഡ് കഴിച്ചിട്ടാ. ഇന്ന് വെള്ളിയാഴ്ചല്ലേ? ഞാൻ പള്ളി കയറി തരാം. ഓക്കെ. സോ ഗൈസ് അങ്ങനെ നമ്മളിപ്പോ റെസ്റ്റോറൻറ്റിലാണ്. എന്താ ഓർഡർ ചെയ്യുന്നത്? പനീറാ? നീയോ? ജസ്റ്റ് മൊമെന്റ്. സോ ഗൈസ് അങ്ങനെ നമ്മള് ഈസ്റ്റമത്തെ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മള് നേരെ ഇനിയിപ്പോ സ്ട്രാറ്റ്ഫോണാണ് നമ്മൾ സദ്യ ബുക്ക് ചെയ്തത്. അപ്പോൾ അത് അവിടുന്ന് പോയി കളക്ട് ചെയ്തിട്ട് ഇന്ന് ഹുലുവിൻ്റെ വീട്ടിൽ നിന്നാണ് പരിപാടി. അപ്പോൾ നേരെ ഹുലുവിൻ്റെ വീട്ടിലേക്ക് പോകണം. അമലും ഹുലുവും പിന്നെ അഭിഷേകവും ഫുഡ് എടുക്കാൻ പോയിട്ട്. അപ്പം നമ്മളിത് അതുപോലെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഇവിടെ വന്നിട്ട് നമുക്ക് ഇവിടുന്ന് ട്രെയിൻ കയറിച്ച് നേരെ ടീം എത്തിയിട്ടുണ്ടല്ലേ? വാ പോയി. എന്താണ്? വാ നിങ്ങൾ വാ പോരി. കുറേ ഉണ്ട് കിടക്കാൻ. നീ വാ കേറി. ഒരു വാഴയിലേക്ക് 300 നാട്ടത്തെ. എന്താണ് ക്വാണ്ടിറ്റി ഉണ്ടോ? പക്ഷേ എന്താ ഫുള്ള് ഡൗൺ ആണ്. ഇല റെസ്റ്റോറന്റ് എന്ത് പറ്റി? എന്തോ കറണ്ട് പവർ കട്ട് ഷോർട്ട് സർക്യൂട്ടും എന്താ വ്ളോഗ് പറയാൻ പറ്റില്ല. അതൊന്നും പറയാൻ പറ്റില്ല. ഷോർട്ട് സർക്യൂട്ട് പിന്നെ സ്റ്റാഫ് എന്തോ ഷോർട്ടേജ്. മറ്റു തിരക്കടാ. തിരക്ക്. ഇതിന് കയറാൻ പറ്റൂല. എന്താ ചെയ്യാ? അല്ല മച്ചു, അടുത്ത ട്രെയിന് ഫുള്ളാകുമോ? ഇതിലൊന്നും എങ്ങനെ കയറാനാ? ഒരു തുള്ളി സ്പേസ് ഇല്ല. 2 സ്റ്റോപ്പേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ നേരെ
ഹൈബർ ഈസ്ലിംഗ്ടണിൽ ഇറങ്ങിയിട്ട് വിക്ടോറിയ എടുത്തിട്ട് നേരെ ഫിൻസ്ബറി ഇറങ്ങുക, പിക്കാഡിൽ എടുക്കുക, സൗത്ത് ഗേറ്റ് ഇറങ്ങുക, എന്നിട്ട് അവിടുന്ന് ബസ്. എന്നാ വാ, അതിൻ്റെ ഉള്ളിൽ പോയി ഇരിക്കുക. വാടാ. എന്താടാ വിക്ടോറിയ എടുക്കണം. പക്ഷേ വിക്ടോറിയ എങ്ങോട്ടോക്കെ? വിക്ടോറിയ എങ്ങനെ ആദ്യം ബുദ്ധിമുട്ടില്ല. ഞാൻ കഴിക്കുന്നത് DJന്റെ ആക്ഷൻ പ്രോ എടുത്താലോ? ആക്ഷൻ 5 അത് എടുക്കുകയാണെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ കിട്ടില്ല. ഏത് പട്ടിക്കാട്ടില്ല എന്റെ വീട്? ഇതൊന്നും പറയാത്തെ, ഇത് എത്തുന്നില്ലാലോ ഇത്. ആ പിന്നെ ഗൈസ്, അപ്പോ സൗത്ത് ഗേറ്റ് സ്റ്റേഷനിൽ ഇറങ്ങി. ഇനിയിപ്പോ ഇവിടുന്ന് ബസ് കയറണം അല്ലേ? Guys, അപ്പൊ നമ്മളിത് നമ്മുടെ വീടിന്റെ സ്റ്റോപ്പിലെത്തി. കണ്ടോ ആപ്പിൾ മരം ഫുള്ള് നിലത്തോക്ക്. ആർക്കും വേണ്ടാണ്ട് ഇങ്ങനെ നാട്ടിലാണെങ്കിൽ ഇങ്ങനെ കെട്ടിക്കുക. ഒന്നും ഉണ്ടാവില്ല. അല്ല, നാട്ടിലെ ആപ്പിളിനൊക്കെ എന്താ വില? കിലോ കൂടുതലല്ലേ? എടാ ഇതെന്താണ് ഈ വായ? ഇതെന്താ വാഴ? യുകെന് വായന്റെ അല്ലയോ? 2 വാഴ. അല്ല, യുകെന് വായന്റെ അല്ല ഉണ്ട്. ഇതേപ്പോട്ടോ അന്ന് സീൻ ഏരിയ ആണല്ലോ ചെയ്ത്. അതെ, വീട്ടിലുള്ള ഹായ്, ഹാപ്പി ആണോ? ടീംസ് അല്ല ഇവിടുന്ന് ബാക്കിന് ഇതാ ഫോട്ടോഷൂട്ടിലാണ്. ഇപ്പം ഏകദേശം നമ്മളെ ഓണപ്പരിപാടിയൊക്കെ കഴിയാനായി. പക്ഷെ നമ്മൾ സദ്യ കഴിച്ചില്ല. ഈ ഫോട്ടോഷൂട്ട് കഴിഞ്ഞിട്ട് വേണം നമുക്ക് സദ്യയും കാര്യങ്ങളൊക്കെ കഴിക്കാൻ. എന്താണ് ഓണത്തിനെ പറ്റിയുള്ള അഭിപ്രായം? അതിന് നിങ്ങളൊന്ന് ഫോട്ടോ ഒന്ന് പെട്ടെന്ന്. ഇത് ഞാൻ കഴിഞ്ഞ് ഫുഡ് കഴിക്കാം. ഞാൻ ഇപ്പൊ റെഡി. മെയിൻ Damn. സോ അപ്പൊ ഇനി നേരെ ഇത് കഴിഞ്ഞിട്ട് നേരെ ഫുഡ് കഴിക്കണം. ഫുഡ് കഴിച്ചിട്ട് പിന്നെ എന്താ പരിപാടി ഒന്നും അറിയില്ല. അപ്പൊ അങ്ങനെയാണ് വ്ളോഗ്. സോറി ബ്രോ, I can't bro. Only vlog bro. ഫുഡ് അടുത്ത ഫുഡ് വ്ളോഗിൽ വേണം ഞാൻ ആഡ് ചെയ്യാം. നമ്മളെ വ്ളോഗിൽ ഒരു പണി ചെയ്യാത്ത. അപ്പൊ സദ്യ അൺബോക്സിംഗ് അൺബോക്സ് ചെയ്ത് സദ്യ നിനക്ക് എന്തൊക്കെ ഡ്യൂട്ടി ഇട്ടേ? അതാദ്യം ടാബിൾ ആദ്യം ക്ലിയർ ചെയ്യും. അതിന് സാധനം സെറ്റ് അല്ലല്ല, ആദ്യം മൊത്തം സെറ്റ് ചെയ്യട്ടെ. അതാ രസം. അങ്ങനെ നിന്നരുത്, കള്ളക്കളി കളിക്കുന്നത്. കള്ളക്കളി കളിക്കുന്നത് ഇതെന്താ ഇത്? നീ വേണം. കോർഡിനേഷൻ പോരാ. മേലക്കൊട്ടി കളിയാണ് മുല്ലപ്പൂ. അടുത്ത ഓണത്തിന് കാണാം. ഓക്കെ, ബൈ.